കായിക മന്ത്രി OJ ജനീഷ് പറഞ്ഞു എന്ന് കേൾക്കാം. സ്വാതന്ത്ര്യദിനത്തിൽ അത്തരത്തിലൊരു പ്രതിഷേധ ഭാഗമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അത് ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. BJPക്ക് സ്വാഭാവികമായും ഈ ദിനത്തെ സംബന്ധിച്ച് വലിയ അധ്വാനത്തിൻ്റെ പങ്കില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം അവർക്കിതൊരു പ്രതിഷേധ ദിനമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ വന്ദേമാതരം ആലപിക്കുന്നത് അവിടെ മുഴുവനായി ആലപിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ അത് തെറ്റിക്കാതെ ആലപിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ BJP ഇന്ന് നടത്തിയ പ്രവർത്തനം സത്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തെ അപമാനിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമാണ്. അത് മോശമായിപ്പോയി. TP ജയചന്ദ്രൻ, ഇത് രണ്ട് ഭാഗമാണ്. ഒന്ന്, സ്വാതന്ത്ര്യദിനത്തിൽ RSSനോ BJPക്കോ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, അതുകൊണ്ട് അവർക്കൊരു ആഘോഷം മൂഡ് വരില്ല, അതുകൊണ്ട് പ്രതിഷേധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രതിഷേധമാണെങ്കിലും തൃശ്ശൂരും കോഴിക്കോടൊക്കെ കൗൺസിലർമാർ ഫോണിൽ നോക്കി പാടുന്ന വന്ദേമാതരം കേട്ടാൽ സങ്കടം വരും. അതൊന്ന് വൃത്തിക്ക് പഠിച്ച് പാടണ്ടേ ദേശീയ തമാശേ? ഹാഷ്മി, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കേ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ എങ്കിൽ ഹാഷ്മിക്കും മന്ത്രി ജിനേഷിനും എത്രമാത്രം അതിന് അർഹതയുണ്ട് എന്ന് എനിക്കറിയില്ല. ജിനേഷ് എത്ര ദിവസം ജയിലിൽ കിടന്നിരുന്നു, അദ്ദേഹം അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്നൊന്നും എനിക്കറിയില്ല ഹാഷ്മി. അത് നിങ്ങൾ ചോദിച്ചിട്ട് മാധ്യമപ്രവർത്തകന്മാർ ചോദിച്ചുകൊള്ളൂ. പിന്നെ വന്ദേമാതരമാണ് വിഷയമെങ്കിൽ നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ജിനീഷോട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ AICCയെ അതിന് പുറത്തുവിടുന്ന കടലാസിൻ്റെ വില AICC നിശ്ചയിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഭരണകൂടങ്ങളും നൽകുന്നുണ്ടോ എന്ന് ചോദിക്കണം. മാപ്പ് പറയുന്നവരോടൊന്ന് ചോദിക്കേണ്ടത് KPCCയുടെ നിലപാടാണ് ഈ കോൺഗ്രസിൻ്റെ നിലപാടെങ്കിൽ ഖാർഗെയെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ പുറത്താക്കിയിട്ട് അവർ മാതൃക കാണിക്കേണ്ടി വരും എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാത്രവുമല്ല, ഈ രാജ്യത്ത് ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച കടലാസ് 4 ചുരുട്ടി കൊപ്പയിലെറിഞ്ഞത് ഹാഷ്മി ചില്ലറക്കാരൊന്നുമല്ല. കർണാടകയിലെ മുഖ്യമന്ത്രി DK ശിവകുമാർ സ്വാതന്ത്ര്യ ദിനത്തെ അപമാനിച്ചുകൊണ്ടാണോ വന്ദേമാതരത്തിൻ്റെ 6 സ്റ്റാൻസയും പാടിയത്? കോൺഗ്രസിൻ്റെ തെലങ്കാനയിലെ രവന്ത് റെഡ്ഡി 6 സ്റ്റാൻസയും പാടിയത് കോൺഗ്രസിനെ അപമാനിക്കാനാണ് എന്ന് ജനീഷിനോട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരാരെങ്കിലും ചോദിച്ചോ? ഹിമാചൽ പ്രദേശിലെ സുഖീന്ദർ സിംഗ് 6 സ്റ്റാൻസയും പാടി സ്വാതന്ത്ര്യദിനത്തെ അപമാനിച്ചു എന്ന അഭിപ്രായമുണ്ടോ? ഇനി മതത്തിൻ്റെയും മറ്റുമൊക്കെ ഇടയ്ക്ക് എൻറോയിൽ നിങ്ങൾ പറയുന്നത് കേട്ടു. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഒമർ അബ്ദുള്ള, ഏതായാലും നിങ്ങളീ പറഞ്ഞ RSS ഒന്നും അല്ലല്ലോ, അദ്ദേഹം പാടിയല്ലോ 6 വരിയും. ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നും ഇല്ലല്ലോ. 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള മറ്റൊരു മന്ത്രിസഭയിൽ, ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ്റെ മന്ത്രിസഭയിലും എല്ലാവരും 4 പാടിയപ്പോൾ ഇടിഞ്ഞു വീണിട്ടില്ലല്ലോ ഹാഷ്മി. മാത്രവുമല്ല, KPCCക്കും അവർ ഒരു വേറിട്ടുള്ള കാര്യം, അത് എന്തുകൊണ്ടാണെന്ന് ഹാഷ്മി നിങ്ങൾക്കറിയുമോ? ഇവിടെയൊന്നും മുസ്ലിം ലീഗ് അല്ല കോൺഗ്രസ് നിയന്ത്രിക്കുന്നത്. പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും നിയന്ത്രിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ രണ്ടാമത്തെ ഭാഗത്തല്ല കൃത്യമായ വിസ്തീർണം പറയുകയാണ്. പക്ഷേ BJPക്കും RSSനും അതിൽ പങ്കില്ല എന്ന ആരോപണത്തോട് അങ്ങ് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാത്ത എന്താണ്? അങ്ങ് പറഞ്ഞു കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഇത് പറയാൻ അവകാശമുണ്ടോ എന്ന് പറയുന്നത് ഒരു കുറ്റബോധമല്ലേ? പക്ഷേ അങ്ങ് പറയൂ, RSSന് പങ്കുണ്ടെന്ന് പറയൂ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം എനിക്ക് ഒരു കുറ്റബോധവുമില്ല. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. 1980 BJP ജനിച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് അതിൽ പങ്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അർത്ഥമാണുള്ളത്? അല്ലല്ല, നമ്മൾ ജനിച്ച മാത്രം അതിനാണല്ലോ മാഷെ ചരിത്രം പഠിക്കും. നമ്മളിപ്പോൾ അതിനാണല്ലോ ഇപ്പൊ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്ന കാലം നമ്മൾ ജനിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ പഠിക്കുകയാണ്. ചരിത്രം സയൻസ് ഒക്കെ അതിനുവേണ്ടിയാണല്ലോ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം പഠിക്കലാണല്ലോ മാഷെ ചരിത്രം. അങ്ങ് ഉദാഹരണം അങ്ങ് ഹാഷ്മി, ആ ഉദാഹരണം അങ്ങ് ശരിയാവുന്നില്ലല്ലോ. 1980 ജനിച്ച BJPക്ക് 1947 മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ അതിന് സ്ഥാപിക്കാൻ എന്റെ കയ്യിൽ തെളിവില്ല. അല്ലല്ല, അങ്ങ് പറയോ ജനസംഘത്തിന്, ഞാനൊരു രാഷ്ട്രീയ പ്രതിനിധിയാണ്. അല്ല, എന്നെ നിങ്ങൾ വിളിച്ചത് RSSനെ കുറിച്ച് പറയാനല്ലല്ലോ. ഞാനിവിടെ വന്നത് BJPയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. അതിന് തിരിച്ചു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ജനേഷിന് എന്ത് പങ്കാണ് സ്വാതന്ത്ര്യ സമരത്തിലുള്ളത്? അദ്ദേഹത്തിന് വിമർശനം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അത് രാഷ്ട്രീയ മറുപടിയാണോ? പാരമ്പര്യത്തിന്റെ കണ്ണിയായതുകൊണ്ടാണ്. ഇന്ത്യക്കാരൻ ജനീഷ് ചോദ്യം ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ്? രജീഷ് പറയാൻ പറ്റും എന്തുകൊണ്ടാണ്? രജീഷ് ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ്. ഏത് പാരമ്പര്യത്തിന്റെ? ഗാന്ധിയുടെ, നെഹ്റുവിന്റെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ കണ്ണിയായതുകൊണ്ടാണ് ജനീഷ് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണോ അങ്ങ് എന്നാണ് അങ്ങ് പറയുന്നത്. അല്ലാതെ ജനീഷ് അപ്പൊ ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ ചോദ്യമാണോ മാഷെ? എന്തുവാ ഹാഷ്മി സഹിഷ്ണുതയോടെ കേൾക്കുമെങ്കിൽ സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ മാത്രം കുത്തകയിൽ കിട്ടിയതാണ് എന്ന് ഹാഷ്മി ഏത് ചരിത്രത്തിൽ മാത്രമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല.
ഈ രാജ്യത്ത് രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനുമായ ലക്ഷക്കണക്കിന് ചരിത്രത്തിൽ ഇടം പിടിച്ചവരും രേഖപ്പെടുത്തിയവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ പോരാടിയിട്ടുണ്ട്. അവർ ജീവഹാനി നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ജനിക്കുന്നതിന് മുമ്പേ സ്വരം ഉയർത്തിയവരുണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രസിൻ്റെ അങ്ങ് അട്ടിപ്പേർ അവകാശമായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക്, അതിൻ്റെ കണ്ണിയായവർക്ക് മാത്രമേ ഇത് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ എന്നും രാജ്യത്ത് ജീവിച്ച മറ്റാളുകൾക്കും അതിനുവേണ്ടി ഭരിച്ചവൻ്റെ കണ്ണിയിൽപ്പെടുന്ന ആൾ തന്നെയാണ് ഹാഷ്മി ഞാനും. ഒരു സംശയവും ഹാഷ്മിക്ക് വേണ്ട. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രാഷ്ട്രീയമായും അല്ലാത്തവരുമായി ഇഴചേർന്ന് പോരാടിയവൻ്റെ കണ്ണിയിൽ അഭിമാനിക്കുന്നവൻ തന്നെയാണ് ഞാൻ. അത് അങ്ങ് കോൺഗ്രസിന് മാത്രമായി ഞാൻ കോൺഗ്രസ് മാത്രമേ പറഞ്ഞില്ല. ഞാൻ അങ്ങേക്ക് RSSന്റെ പങ്കിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്ന് കരുതി, നമുക്കറിയാത്ത ചരിത്രം എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്ന് കരുതി ചോദിച്ചാണ്. പക്ഷേ ശ്രീ ഗുരുജി സമഗ്രദർശൻ വോളിയം 4 പേജ് 40-ാം പേജിൽ പറയുന്നു, ഗോൾവാൾക്കർ പറയുന്നു, സംഘ് ഡിസൈഡഡ് നോട്ട് ടു ഡു എനിത്തിങ് ഡയറക്ട്ലി. ഗോൾവാൾക്കറെ ഉദ്ധരിക്കലാണ്. Don't waste your energy fighting the British. Save your energy to fight our internal enemies that are Muslims and Christians and communists എന്ന് ഗോൾവാൾക്കർ പറഞ്ഞതായി പറയപ്പെടുന്നു. അതിന് നേർക്കുനേർ തെളിവെനിക്കില്ല. പക്ഷേ 1942 ജൂൺ 8 ഗോൾവാൾക്കർ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സംഘ് ഡസ് നോട്ട് വാണ്ട് ടു വേസ്റ്റ് ഇറ്റ്സ് ഇൻവാലുബിൾ ടൈം ഇൻ അബ്യൂസിംഗ് ഓർ ക്രിറ്റിസൈസിംഗ് അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. Patriotism is not only going to prison. It is not correct to be carried away by such superficial patriotism. എന്ന് പറഞ്ഞാൽ ഹെഗ്ഡേവാർ പറയുന്നതാണ് കേട്ടോ. ഇടികൊണ്ട് ചോരതൊപ്പി ജയിലിൽ കിടന്ന ദേശസ്നേഹികൾ സൂപ്പർഫിഷ്യൽ ദേശസ്നേഹികൾ എന്നായിരുന്നു അന്നത്തെ ഹെഗ്ഡേവാറുടെ അധിക്ഷേപം. ക്വിറ്റ് ഇന്ത്യ കാലത്തിന് ശേഷം വന്ന ബ്രിട്ടീഷ് റിപ്പോർട്ടിൽ RSSനെ പ്രകീർത്തിക്കുന്നു. എങ്ങനെയാണെന്നറിയാവോ? സംഘ് ഹാസ് സ്ക്രപ്ലെസ്ലി കെപ്റ്റ് ഇറ്റ്സെൽഫ് വിത്തിൻ ദ ലോ. നിയമം പാലിക്കുന്ന മര്യാദാരാമന്മാരായിരുന്നു RSS എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രോണിക്കളാണ്. അബദ്ധത്തിൽ അധികാരം കയ്യിൽ വന്ന ചിലർ അത് ത്രിവർണ്ണ പതാക ഏന്തുന്നു. 3 വർണ്ണങ്ങൾ അപശകുനമാണ്, അത് രാജ്യത്തെ നശിപ്പിക്കും. ഒരൊറ്റ ഹിന്ദുവും അത് കയ്യിലേന്തില്ല, അതിനെ ബഹുമാനിക്കില്ല. രാജ്യം നാളെ ഒരു കാലത്ത് കാവിക്കൊടി എന്തും. സവർക്കർ സമ്പൂർണ്ണ കൃതികൾ വോളിയം 6 പേജ് നമ്പർ 296. ചരിത്രം ഒരുപാടുണ്ട് മാഷേ, അതിനെ മുഴുവൻ വായിക്കാൻ ആരെങ്കിലും നോക്കി നടക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാജു പി നായർ എണ്ണിപ്പെറുക്കി എഴുതി കൂട്ടി വന്ന ഈ ചർച്ചയുടെ ഗോൾ പോസ്റ്റ്, അതിന്റെ പോസ്റ്റ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉദ്ദേശിച്ചാ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഹെഡ്ഗേവാറിന്റെ ചരിത്രം, അദ്ദേഹം സേവാദളിലായിരുന്ന കാലഘട്ടം, അദ്ദേഹം ബ്രിട്ടീഷ് പോരാട്ടത്തിൽ ജയിലടച്ച കാലഘട്ടത്തിന്റെ ഒക്കെ കുറിപ്പുകൾ വേണമെങ്കിൽ ഹാഷ്മി മറ്റൊരു ദിവസം എടുത്താൽ കൃത്യമായി പേരും നാളും എഴുതി കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇതേ വന്ദേമാതരം പാടി 10,000-കണക്കിന് സമരഭടന്മാരെ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന കാലമുണ്ട് മാഷേ. അന്ന് ഈ സവർക്കറില്ലേ, നമ്മുടെ ഇതേ സവർക്കർ അധ്യക്ഷ ഹിന്ദു മഹാസഭ എന്തെടുക്കുകയായിരുന്നു? പിൽക്കാലത്ത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ ജിന്നയുടെ ലീഗുമായി ചേർന്ന് സിന്ധിൽ അധികാരം പങ്കിടുന്നു. ഏത് സിന്ധ്? 1943 സിന്ധ് പ്രവിശ്യ പാകിസ്ഥാൻ പ്രമേയം പാസാക്കി സവർക്കറുടെ മഹാസഭ പിന്തുണ പിൻവലിച്ചിട്ടില്ല, രാജിവെച്ചിട്ടില്ല. 41 ബംഗാളിലെ ഫസലുൽ ഹക്ക് മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു മാഷേ? അങ്ങയുടെ ആരാധ്യ നേതാവായ ശ്യാമപ്രസാദ് മുഖർജി. ഏത് ഹക്ക്? 1940 ലാഹോറിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച ഫസലുൽ ഹക്ക്. ചരിത്രം മായ്ക്കാൻ പറ്റുമോ മാഷേ? ചരിത്രം മായ്ക്കാൻ പറ്റുമോ മാഷേ? ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ ചരിത്രം മായ്ക്കാൻ പറ്റുമോ മാഷേ? ഒരു സവർക്കറെ മുന്നിൽ കൊണ്ടുവച്ച ഒരു വാർത്താ കാർഡിൽ ഗാന്ധിയെ പിന്നിലാക്കി സവർക്കറെ കൊണ്ട് മുന്നിൽ വെച്ചാൽ ചരിത്രം വിസ്മരിക്കാമെന്നാണോ അങ്ങയുടെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നാണോ ആരുടെയെങ്കിലും ധാരണ? മറുപടി പറയുമോ നിങ്ങളുടെ ചരിത്രകാരൻ, രാഷ്ട്രീയക്കാരൻ? ഞാൻ എണ്ണി പറഞ്ഞ ഒന്നിലെങ്കിലും ചരിത്ര വസ്തുത ചൂണ്ടിക്കാണിക്കാം. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഏത് സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചത് ആത്മ പറയുമോ? മാഷേ, RSS രൂപീകരിച്ചതിന് ശേഷം ഞാൻ എണ്ണി പറഞ്ഞ ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഈ വസ്തുതകൾ സ്വാതന്ത്ര്യ സമരത്തെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടക്കം പിന്നിൽ നിന്ന് കുത്തിയതിന്റെ ചരിത്രമാണ് മാഷേ. ആ ചരിത്രം കിടക്കുമ്പോ ഒരു സവർക്കറെ കൊണ്ട് ഗാന്ധിക്ക് മുന്നിൽ വെച്ചാൽ എല്ലാമായി എന്നാണോ? നിങ്ങൾ ഈ ചർച്ച വഴിധരിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഹാഷ്മി എന്തിനാ ഭയക്കുന്നത്? ഡോക്ടർ ഹെഡ്ഗേവാർ 1925 സംഘം രൂപീകരിക്കുന്നത് ഏത് സംഘടനയിലായിരുന്നു? പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. സംഘം രൂപീകരിച്ച ശേഷം എന്തായി? അങ്ങനെ ഹാഷ്മി സംഘം രൂപീകരിച്ച ശേഷം എന്തായി? ജയിലിൽ പോയ ദേശസ്നേഹികളെ അധിക്ഷേപിക്കുന്നു. അവർക്ക് സൂപ്പർഫിഷ്യൽ ദേശസ്നേഹമാണെന്ന്. എന്തെങ്കിലും പ്രതിഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് കീശയിൽ വെച്ചാൽ മതി. ഇന്ന് കോൺഗ്രസ് പറയുന്നത് 4 മടക്കി കീശയിലിടുന്ന കോൺഗ്രസിനോട് ഹാഷ്മി പറയാനുള്ളത്, അങ്ങനെ ആരോടെങ്കിലും അച്ചാരം ഹാഷ്മി വാങ്ങിയെടുത്ത് കോൺഗ്രസിന്റെ മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കൈപ്പണിയുടെ ഹാഷ്മി അത് കീശയിലിട്ടാൽ മതി. മാഷിന്റെ ശീലത്തിൽ പറയുന്നതായിരിക്കും വാങ്ങിയെടുത്ത കാര്യമൊക്കെ. എനിക്ക് ആ ശീലമില്ല മാഷ്, വിട്ടേക്കൂ. രാജു പി നായർ ശീലത്തിലല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അല്ലല്ല, ആരുടെയോ കയ്യിൽ എന്തോ വാങ്ങി കീശയിട്ട ശീലം എനിക്കില്ല. ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു എന്ന് ഹാഷ്മി സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നു. ഹാഷ്മി, നിങ്ങൾ എന്റെ ചോദ്യം കേട്ടപ്പോ നിങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസ് ആയിരുന്നപ്പോ ഹെഡ്ഗേവാർ ദേശസ്നേഹിയായിരുന്നു. RSS ആയപ്പോ എന്താ അത് സംഭവിച്ച പരിണാമം? ഇണചേർന്ന
കണ്ണിയാണ് ഞങ്ങൾ. ഹെഗ്ഡേവാർ അദ്ദേഹം RSS ആയപ്പോൾ സംഭവിച്ച പരിണാമം ഞാൻ പറഞ്ഞേ. എന്താണ് ആ പരിണാമം? ജയിലിലേക്ക് പോയ ദേശസ്നേഹികളെ സൂപ്പർഫിഷ്യൽ പെട്രിയോട്ടിക്സ് എന്ന് അധിക്ഷേപിക്കലായിരുന്നു അത്. പിന്നെ എന്നിട്ട് അച്ചാരത്തിന്റെയും വാങ്ങിയ കൂലിയുടെയും കഥ പറയല്ലേ മാഷെ? എനിക്ക് അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പ്രായത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാനത് വിടുന്നു. ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ മാഷിന്റെ പ്രായത്തെ ബഹുമാനിക്കുന്നു. ഞാൻ മാഷിന്റെ പ്രായത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല. ഈ കൂലി വാങ്ങിയതും അച്ചാരം വാങ്ങിയതിന് മറുപടി പറയാൻ അറിയാത്തതല്ല. എന്റെ പ്രായത്തിലുള്ള ആളായിരുന്നെങ്കിൽ അത് പറഞ്ഞത് നമ്മുടെ രാഹുൽ ഈശ്വർ ആയിരുന്നെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞേനെ. ഞാൻ മാഷിന്റെ പ്രായത്തെ ബഹുമാനിക്കാൻ എന്റെ വീട്ടിൽ പഠിപ്പിച്ച ശീലം കൊണ്ട് ഞാൻ ആ മറുപടി പറയുന്നില്ല. മാഷെ വിട്ടേക്കൂ. എന്റെ വീട്ടിൽ പഠിപ്പിച്ച ശീലമായതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. നമ്മൾ പലതും ഹാഷ്മിയുടെ ശീലവും വീട്ടുകാരുടെ സ്വഭാവവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ. അങ്ങോട്ട് പോകണ്ട. ശരി, നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്നും അഭിമാനിക്കേണ്ട. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചത് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ അനുവദിക്കാതിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തന ധാർമ്മികതയല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് എന്റെ സംഘടനയുടെ അധികാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞു അദ്ദേഹം RS ഉണ്ടാകുന്നതിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു എന്ന്. അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളൊന്ന് അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ലേ? പിന്നെ കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടാണ് സ്വാതന്ത്ര്യ സമരം. മാഷ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് കോൺഗ്രസിന്റെ പിന്തുടർച്ചക്കാരനാണ്, അതല്ലാതെ സംഘിന്റെ പിന്തുടർച്ചക്കാരനാണെന്ന് പറയാൻ അങ്ങേക്ക് പറയാൻ കാരണമില്ലാത്തതുകൊണ്ടാണ് അങ്ങേക്ക് പറയേണ്ടി വരുന്നത്. മുന്നണികൾ പറയുന്നു ചരിത്രം ഹാഷ്മി പഠിക്കണം. ഹാഷ്മി മിനിമം ചരിത്രമെങ്കിലും പഠിച്ച് ചർച്ച നയിക്കാൻ വരണം. ഓക്കെ, വെളുപ്പിക്കാനാവരുത് ചർച്ച നയിക്കുന്നത്. ശരി, ഇല്ല, ഞാൻ ആരെയും വിളിപ്പിച്ച, ഞാൻ ചരിത്രം മാത്രമേ പറഞ്ഞുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.